ഹലോ ഗെയ്സ്, ഞാനിന്ന് ഒരു ന്യൂ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എളുപ്പത്തിലൊരു മട്ടൻ കറി വയ്ക്കാമെന്നുള്ളത് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ നമുക്ക് കുക്കറിലോട്ട് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇത്രയും കുക്കറിൽ മൂടി വെച്ചിട്ട് നമുക്കൊരു 7-8 വിസിൽ കേൾക്കണവരെ നന്നായിട്ട് വേവിക്കാം. ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാണിക്കയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ടൊമാറ്റോ, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. അടുത്ത് നമുക്ക് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഇതിലൂടെ വശക്കി എടുക്കാം. അതിലേക്ക് നമുക്കിനി സവാളയും കൂടെ ആഡ് ചെയ്യും. നമുക്കിതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വശക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുക്കാം. നന്നായിട്ട് വശക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വശക്കി എടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് വേവിക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ വേവിച്ച മട്ടൻ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് നല്ലൊരു മട്ടൻ കറിയുടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തിനി ഏതാണ് റെസിപ്പിയാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.